മഹാന്മാരെ അനുസ്മരിക്കുന്നതെന്തിനാണ്? എല്ലാ മഹാന്മാരെ അനുസ്മരിക്കുന്നത് അല്ലാഹുവിലേക്ക് എത്താനാ. താജുൽ ഉലമ അല്ലാഹുവിലേക്ക് ലയിച്ചതെങ്ങനെയാണ്? നൂറുൽ ഉലമ അല്ലാഹുവിലേക്ക് എത്തിയതെങ്ങനെയാണ്? എന്തേ കാരണം? ബഹുമാനപ്പെട്ട താജുൽ ഉലമ വഫാത്താകുമ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട മകൻ കൂറത്തതങ്ങളെ ജ്യേഷ്ഠ സഹോദരനായ ഹാമിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ എന്നോട് പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. താജുൽ ഉലമ വഫാത്താകുന്ന സമയത്ത് തങ്ങളെ പേരമകൻ തൊട്ടടുത്തിരുന്നിട്ട് ബുറുദ പാടുകയാണ്. ആ ബുറുദ പാടുമ്പോൾ ഒരു വരിയിലങ്ങ് തെറ്റുവന്നുപോയി. സക്കറാത്തിന്റെ സ്വൽപ്പം മുമ്പാണ് താജുൽ ഉലമ എന്ത് ചെയ്തു? നിലത്തേക്ക് അടിച്ചു. അടിച്ചിട്ട് പറഞ്ഞു, മോനെ, നിങ്ങൾ പാടിയ വരിയിൽ തെറ്റുണ്ട്, ഒന്ന് തിരുത്തുമോ? ആ പേരക്കുട്ടിക്ക് മനസ്സിലായില്ല, ആ പുള്ളിയായ തങ്ങൾക്ക് മനസ്സിലായില്ല, എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് മനസ്സിലായില്ല. അവിടുന്ന് മൗനം വീക്ഷിച്ചപ്പോ താജുൽ ഉലമ വഫാത്തിന്റെ നേരമാണ്. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു, മോനെ, നിങ്ങൾ പാടിയ വരി ഇന്നതാണ്, അതിൽ തെറ്റു സംഭവിച്ചത് ഇന്ന വശത്താണ്, തെറ്റ് തിരുത്തേണ്ടത് ഇങ്ങനെയാണ്. ആ തെറ്റ് തിരുത്തിയിട്ട് ബുറുദയുടെ വരിയുമങ്ങ് പാടിയിട്ട് ലോകത്തോട് വിട പറഞ്ഞ താജുൽ ഉലമാനെ മറക്കാൻ പറ്റുമോ? അറിയുമോ? കർണാടകയുടെ മണ്ണിലോ ഈ കാസർഗോഡ് ജില്ലയിലോ ഒരു കാലഘട്ടത്തെ ആനിമീങ്ങൾ വേണമെന്ന് വരുമ്പോ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നല്ലേ കൊണ്ടുവരാറുള്ളത്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ കർണാടകയുടെ അനുഗ്രഹീത പ്രസിദ്ധ കേന്ദ്രമായ ഉള്ളാളത്ത് വന്ന് 60 വർഷങ്ങളിലേറെയായി മുതഅല്ലിമീങ്ങൾക്ക് ദർസ് ചൊല്ലിക്കൊടുത്ത് അവിടെ മദനിമാരായ പണ്ഡിതന്മാര് സമൂഹത്തിന് സമർപ്പിച്ചപ്പോ ധാരാളം ശിഷ്യന്മാര് കർണാടക സ്റ്റേറ്റിൽ വന്നു, കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വന്നു. ആ മദനിമാരായ താജുൽ ഉലമയുടെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാര് രംഗത്ത് വന്നു. അങ്ങനെയല്ലേ ഈ ഭാഗത്ത് സുന്നത്ത് ജമാഅത്ത് കടന്നു വന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, താജുൽ ഉലമാനെ മറക്കാൻ പറ്റൂല. നൂറുൽ ഉലമ എന്ന ഉസ്താദ് ആരാണ് അറിയുമോ? ഇന്ന് നമ്മുടെ പള്ളികളുടെ പരിസരത്ത് മദ്രസയുണ്ട്. നമ്മുടെ ചെറിയ മക്കൾക്ക് മതവിദ്യാഭ്യാസത്തിന്റെ പ്രാഥമിക ഭാഗങ്ങൾ നുകർന്നു കൊടുക്കുന്ന വശങ്ങളാണ് മദ്രസാ വിദ്യാഭ്യാസം. ആ മദ്രസാ വിദ്യാഭ്യാസത്തിന്റെ സംവിധാനം നമ്മുടെ നാടുകളിൽ കടന്നു വരാനുള്ള കാരണമാരാണ് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എന്ന ഉസ്താദ്.